നമസ്കാരം. അപ്പൊ കമ്പനി മോഡൽ എൽജിഎസിന്റെ ഒരു പുതിയ ടോപ്പിക്കിലോട്ട് നമ്മൾ കടന്നിരിക്കുകയാണ്. പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇക്കോളജിയുടെ പിതാവ് ആരാണ്? അലക്സാണ്ടർ വോൺ ഹംബാൾട്ട് ആണ് ഇക്കോളജിയുടെ പിതാവ്. ഇക്കോളജിയുടെ പിതാവ് അലക്സാണ്ടർ വോൺ ഹംബാൾട്ട്. യൂജിൻ പി ഓഡം ആധുനിക ഇക്കോളജിയുടെ പിതാവ്. ഇപ്പൊ രണ്ടുപേരും മാറിപ്പോകരുത്. ഇക്കോളജിയുടെ പിതാവ് അലക്സാണ്ടർ വോൺ ഹംബാൾട്ട്. ആധുനിക ഇക്കോളജിയുടെ പിതാവ് യൂജിൻ പി ഓഡം. ഇക്കോളജിയുടെ പിതാവ് അലക്സാണ്ടർ വോൺ ഹംബാൾട്ട്. ആധുനിക ഇക്കോളജിയുടെ പിതാവ് യൂജിൻ പി ഓഡം. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവാണ് റാംഡിയോ മിശ്ര അല്ലെങ്കിൽ RD മിശ്ര. അപ്പം ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവാണ് റാംഡിയോ മിശ്ര. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവാണ് മേധാ പട്കർ. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവാണ് മേധാ പട്കർ. അപ്പൊ ഇക്കോളജിയുടെ പിതാവ് ആര്? അലക്സാണ്ടർ വോൺ ഹംബാൾട്ട്. ഇക്കോളജിയുടെ പിതാവ് അലക്സാണ്ടർ വോൺ ഹംബാൾട്ട്. ആധുനിക ഇക്കോളജിയുടെ പിതാവ് യൂജിൻ പി ഓഡം. ആധുനിക ഇക്കോളജിയുടെ പിതാവ് യൂജിൻ പി ഓഡം. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് റാംഡിയോ മിശ്ര. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് റാംഡിയോ മിശ്ര. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് മേധാ പട്കർ. അപ്പം ആധുനിക ഇക്കോളജിയുടെ പിതാവ് ആധുനികം എന്ന് വെച്ചാൽ യൂജിൻ പി ഓഡം. അപ്പം ഓഡം ഒക്കെ മോഡേൺ ഒക്കെ ആയിട്ട് പറയാമല്ലോ. അപ്പൊ ആധുനികം മോഡേൺ. അപ്പൊ ആധുനിക ഇക്കോളജിയുടെ പിതാവ് യൂജിൻ പി ഓഡം. മോഡേൺ അത് കിട്ടാൻ വേണ്ടി ഓഡം മോഡേണുമായിട്ട് കണക്ട് ചെയ്ത ആധുനിക ഇക്കോളജിയുടെ പിതാവ്. ആധുനികം മോഡേൺ എന്നും പറയാം. അപ്പൊ ആധുനിക ഇക്കോളജിയുടെ പിതാവ് യൂജിൻ പി ഓഡം. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് മിശ്രം ശാസ്ത്രമായിട്ട് കണക്ട് ചെയ്ത് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് RD മിശ്ര അല്ലെങ്കിൽ റാംഡിയോ മിശ്ര. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് മേധാ പട്കർ. പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് മേധാ പട്കർ. നർമ്മദ ബച്ചാവോ ആന്തോളനുമായിട്ട് ബന്ധപ്പെട്ട മേധാ പട്കർ ആണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ്. അടുത്തതായി വന്ദന ശിവ നവധാന്യ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് വന്ദന ശിവ. നവധാന്യ പ്രസ്ഥാനം കർണാടകയിലെ ഒരു പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടാണ് നവധാന്യ പ്രസ്ഥാനം. വന്ദന ശിവയായിട്ട് ബന്ധപ്പെട്ടാണ് നവധാന്യ പ്രസ്ഥാനം. നവധാന്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് വന്ദന ശിവ. മേധാ പട്കറിന്റെ 2 ചോദ്യങ്ങൾ. മേധാ പട്കർ നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾ മൂവ്മെന്റിന്റെ സ്ഥാപകയാണ് മേധാ പട്കർ. നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾസ് മൂവ്മെന്റ്. നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾ മൂവ്മെന്റിന്റെ സ്ഥാപകയാണ് മേധാ പട്കർ. മേധാ പട്കർ തന്നെയാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവും. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾ മൂവ്മെന്റിന്റെ സ്ഥാപകയും മേധാ പട്കർ ആണ്. നിശബ്ദ വസന്തം 1962 പ്രസിദ്ധീകരിച്ചു. അപ്പൊ നിശബ്ദ വസന്തം ആരുടെ കൃതിയാന്ന് ചോദിച്ചാൽ റേച്ചൽ കാഴ്സൺ. നിശബ്ദ വസന്തം റേച്ചൽ കാഴ്സണ് ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നൊരു വിശേഷണമുണ്ട്. ആധുനികം മോഡേൺ. ആ റേച്ചൽ കാഴ്സൺ എന്ന പേര് തന്നെ മോഡേൺ പേരല്ലേ. അപ്പൊ ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവാണ് റേച്ചൽ കാഴ്സൺ. മേധാ പട്കർ നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾ മൂവ്മെന്റിന്റെ സ്ഥാപകയും ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവുമാണ് മേധാ പട്കർ. അടുത്ത വ്യക്തിയാണ് മസനോവു ഫുക്കുവോക്ക. ഒറ്റ വൈക്കോൽ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് മസനോവു ഫുക്കുവോക്ക. ഒറ്റ വൈക്കോൽ വിപ്ലവം മസനോവു ഫുക്കുവോക്ക. ഇത്രയുമാണ് പ്രധാനപ്പെട്ട വ്യക്തികൾ. ഞാൻ ഒന്നുകൂടെ പറയാം. ഇക്കോളജിയുടെ പിതാവ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. ആധുനിക ഇക്കോളജിയുടെ പിതാവ് യൂജിൻ പി ഓഡം. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് റാംഡിയോ മിശ്ര. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് മേധാ പട്കർ. നവധാന്യ പ്രസ്ഥാനം വന്ദന ശിവയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾസ് മൂവ്മെന്റ് സ്ഥാപകയാണ് മേധാ പട്കർ. നിശബ്ദ വസന്തം റേച്ചൽ കാഴ്സൺ. ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് റേച്ചൽ കാഴ്സൺ. 10ാമത്തെ ജൈവമണ്ഡലം
ഏതാ എന്ന് ചോദിച്ചാൽ അഗസ്ത്യമലയാണ്. ഇന്ത്യയിലെ 10ാമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല. ഇന്ത്യയിലെ 10ാമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അഗസ്ത്യമല എത്രാമത്തെ ജൈവമണ്ഡലമാണ്? 10ാമത്തെ ജൈവമണ്ഡലമാണ്. ഇന്ത്യയിലെ 10ാമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല. ഇനി എന്താണ് ആവാസം? ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവിയ അജീവിയ ഘടകങ്ങൾ ഉൾപ്പെടുന്നു. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവിയ അജീവിയ ഘടകങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത്. പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ ആവാസം എന്ന് പറയുന്നു. ജൈവമണ്ഡലത്തിന്റെ അടിസ്ഥാന ഘടകം എന്ത്? ആവാസ വ്യവസ്ഥ. ഒരു ജൈവമണ്ഡലത്തിന്റെ അടിസ്ഥാന ഘടകമാണ് ആവാസ വ്യവസ്ഥ. എന്താണ് യൂറിതെർമൽ? എന്താണ് സ്റ്റിനോതെർമൽ? ഊഷ്മാവിന്റെ വലിയ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന ജീവികൾ ഉൾപ്പെടുന്ന ആവാസമാണ് യൂറിതെർമൽ. അപ്പോൾ യൂറിതെർമൽ, സ്റ്റിനോതെർമൽ. അപ്പോൾ ഊഷ്മാവിന്റെ വലിയ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന ജീവികളാണ് യൂറിതെർമൽ. ചെറിയ വ്യതിയാനങ്ങളാണെങ്കിൽ സ്റ്റിനോതെർമൽ. തെർമൽ ഊഷ്മാവുമായിട്ട് കണക്ട് വെച്ചേക്കണം. അപ്പം ഊഷ്മാവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ തെർമൽ എന്ന ടീം. അപ്പം യൂറിതെർമൽ ഉണ്ട്, സ്റ്റിനോതെർമൽ ഉണ്ട്. വലിയ വ്യത്യാസമാണെങ്കിൽ യൂറിതെർമൽ, ചെറിയ വ്യത്യാസമാണ് സ്റ്റിനോതെർമൽ. ഊഷ്മാവിന്റെ വലിയ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന ജീവികളെയാണ് യൂറിതെർമൽ എന്ന ആവാസത്തിൽ ഉൾപ്പെടുന്നത്. യൂറിതെർമൽ ഊഷ്മാവിന്റെ വലിയ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന ജീവികളാണ് യൂറിതെർമൽ. ഊഷ്മാവിന്റെ ചെറിയ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന ജീവികളാണ് സ്റ്റിനോതെർമൽ. അപ്പോൾ ഊഷ്മാവിന്റെ ചെറിയ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന ജീവികളാണ് സ്റ്റിനോതെർമൽ. അടുത്തത്, ഇനി ലവണങ്ങളുടെ വലിയ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന ജീവികളാണ് യൂറിഹലൈൻ. ലവണങ്ങളുടെ ചെറിയ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന ജീവികളാണ് സ്റ്റിനോഹലൈൻ. അപ്പൊ ലവണങ്ങൾ എന്ന് വരുമ്പോൾ ഹലൈൻ എന്ന വാക്കും ഊഷ്മാവ് എന്ന് പറയുമ്പോൾ തെർമൽ എന്ന വാക്കും ചേർക്കണം. ഊഷ്മാവിന്റെ വലിയ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന ജീവികളാണ് യൂറിതെർമൽ. ഊഷ്മാവിന്റെ ചെറിയ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന ജീവികളാണ് സ്റ്റിനോതെർമൽ. അതുപോലെ ലവണം വരുമ്പോൾ ഹലൈനാണ്. ലവണത്തിന്റെ വലിയ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന ജീവികളാണ് യൂറിഹലൈൻ. ലവണത്തിന്റെ ചെറിയ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന ജീവികളാണ് സ്റ്റിനോഹലൈൻ. വിഘാടകർ. ഭക്ഷ്യശൃംഖലയിലെ അവസാന കണ്ണിയാണ് വിഘാടകർ. അപ്പോൾ ഭക്ഷ്യശൃംഖലയിലെ അവസാന കണ്ണിയാണ് വിഘാടകർ. ഭക്ഷ്യശൃംഖലയിലെ അവസാന കണ്ണിയാണ് വിഘാടകർ. ബയോമാഗ്നിഫിക്കേഷൻ. ട്രോപ്പിക തലത്തിൽ ഉയർന്ന തലത്തിലേക്ക് പോകുമ്പോൾ ജീവികളുടെ ശരീരത്തിൽ കീടനാശിനികളുടെ അളവ് കൂടി വരുന്നതിനെയാണ് ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബയോമാഗ്നിഫിക്കേഷൻ എന്താണ്? ട്രോപ്പിക തലത്തിൽ ഉയർന്ന തലത്തിലോട്ട് പോകുമ്പോൾ, ട്രോപ്പിക തലത്തിൽ ഉയർന്ന തലത്തിലേക്ക് പോകുമ്പോൾ ജീവികളുടെ ശരീരത്തിൽ കീടനാശിനികളുടെ അളവ് കൂടി വരും. ഇതാണ് ബയോമാഗ്നിഫിക്കേഷൻ. അപ്പോൾ ട്രോപ്പിക തലത്തിൽ ഉയർന്ന തലത്തിലേക്ക് പോകുമ്പോൾ ജീവികളുടെ ശരീരത്തിൽ കീടനാശിനികളുടെ അളവ് കൂടി വരുന്ന അവസ്ഥ ബയോമാഗ്നിഫിക്കേഷൻ. വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റ്. അപ്പൊ വാസസ്ഥലത്തിനായിട്ട് മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റ്. അപ്പൊ വാസസ്ഥലത്തിനായിട്ട് മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റ്. എപ്പിഫൈറ്റിന്റെ എക്സാമ്പിൾ ആണ് മഴവാര. അടുത്തതായി പരാദസസ്യം. മറ്റ് സസ്യങ്ങളിൽ നിന്ന് വളർന്ന് ജലവും ലവണവും വലിച്ചെടുക്കുന്നവയാണ് പരാദസസ്യം. പരാദസസ്യത്തിന് എക്സാമ്പിൾ ആണ് ഇത്തിൽക്കണ്ണി, മൂടില്ലാത്ത ആളി. അപ്പൊ മറ്റ് സസ്യങ്ങളിൽ വളർന്ന് അവിടുത്തെ ജലവും ലവണവും വലിച്ചെടുക്കുന്നവയാണ് പരാദസസ്യം. പരാദസസ്യത്തിന് എക്സാമ്പിൾ ആണ് ഇത്തിൽക്കണ്ണിയും മൂടില്ലാത്ത ആളിയും. മറ്റ് സസ്യങ്ങളിൽ ചെന്ന് ജലവും ലവണവും വലിച്ചെടുക്കുന്ന പരാദസസ്യം, ഇത്തിൽക്കണ്ണി, മൂടില്ലാത്ത ആളി പരാദസസ്യത്തിന് എക്സാമ്പിൾ ആണ്. വാസസ്ഥലത്തിനായിട്ട് മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നവയാണ് എപ്പിഫൈറ്റ്. അപ്പോൾ വാസസ്ഥലത്തിനായിട്ട് മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റ്. എക്സാമ്പിൾ മഴവാഴ. അടുത്തതായി മെയ് 22. മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ്. മെയ് 22 അപ്പൊ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ് മെയ് 22. അപ്പൊ നമുക്കൊന്ന് റിവിഷൻ ചെയ്യാം. അപ്പം അലക്സാണ്ടർ വോൺ ഹംബാൾട്ട് എന്താണ് ഉത്തരം എന്ന് ചോദ്യം എന്താണ്? അലക്സാണ്ടർ വോൺ ഹംബാൾട്ട്
ഇക്കോളജിയുടെ പിതാവാണ്. അലക്സാണ്ടർ വോൺ ഹംബാൾട്ട് ഇക്കോളജിയുടെ പിതാവ്. യൂജിൻ ബി ഓഡം. യൂജിൻ ബി ഓഡം. യൂജിൻ ബി ഓഡം ആധുനിക ഇക്കോളജിയുടെ പിതാവാണ് യൂജിൻ ബി ഓഡം. ആധുനിക ഇക്കോളജിയുടെ പിതാവാണ് യൂജിൻ ബി ഓഡം. റാം ഡിയോ മിശ്ര ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ്. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ്. മേധ പട്കർ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവാണ് മേധ പട്കർ. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവാണ് മേധ പട്കർ. നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾസ് മൂവ്മെന്റിന്റെ സ്ഥാപകയാണ് മേധ പട്കർ. വന്ദന ശിവ. വന്ദന ശിവ വന്ദന ശിവ നവധാന്യ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്ന വ്യക്തിയാണ്. നവധാന്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി. കർണാടകയിലാണ് നവധാന്യ പ്രസ്ഥാനം. വന്ദന ശിവ. റേച്ചൽ കാഴ്സൺ. റേച്ചൽ കാഴ്സൺ നിശബ്ദ വസന്തം എന്ന കൃതി പ്രസിദ്ധീകരിച്ചു 1962. റേച്ചൽ കാഴ്സൺ. അതിനെ തുടർന്ന് USA 1972 DDT ഒക്കെ നിരോധിച്ചു. അപ്പൊ റേച്ചൽ കാഴ്സന്റെയാണ് നിശബ്ദ വസന്തം. മസനോഗു ഫുകുവോക. മസനോഗു ഫുകുവോക ഒറ്റ വൈക്കോൽ വിപ്ലവം. മസനോഗു ഫുകുവോക്കയായിട്ട് ബന്ധപ്പെട്ടാണ് ഒറ്റ വൈക്കോൽ വിപ്ലവം. അപ്പൊ റേച്ചൽ കാഴ്സന്റെ ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവും എന്ന വിശേഷണമുണ്ട്. ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് റേച്ചൽ കാഴ്സൺ. മസനോഗു ഫുകുവോക ഒറ്റ വൈക്കോൽ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 10ാമത്തെ ഇന്ത്യയിലെ ജൈവമണ്ഡലം. 10ാമത്തെ ഇന്ത്യയിലെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല. 10ാമത്തെ ഇന്ത്യയിലെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല. യൂറി തെർമൽ, സ്റ്റീനോ തെർമൽ. യൂറി തെർമൽ ഊഷ്മാവിന്റെ വലിയ വ്യതിയാനങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന ജീവികൾ വസിക്കുന്നതിന്റെ ആ സ്ഥലത്തെ അറിയപ്പെടുന്നതാണ് യൂറി തെർമൽ. അപ്പൊ ഊഷ്മാവിന്റെ വലിയ വ്യതിയാനങ്ങൾ അതിജീവിക്കുന്ന ജീവികളാണ് യൂറി തെർമൽ. ഊഷ്മാവിന്റെ ചെറിയ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന ജീവികളാണ് സ്റ്റീനോ തെർമൽ. ചെറുതാണ് സ്റ്റീനോ. ലവണത്തിന്റെ വലിയ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന ജീവികളാണ് യൂറി ഹലൈന്. ലവണത്തിന്റെ ചെറിയ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്നതാണ് സ്റ്റീനോ ഹലൈന്. അടുത്താണ് വിഘാടകർ. ഭക്ഷ്യശൃംഖലയിലെ അവസാന കണ്ണിയാണ് വിഘാടകർ. അവസാന കണ്ണി. ബയോമാഗ്നിഫിക്കേഷൻ. ട്രോപ്പിക തലത്തിൽ ഉയർന്ന തലത്തിലേക്ക് പോകുമ്പോൾ ജീവികളുടെ ശരീരത്തിൽ കീടനാശിനികളുടെ അളവ് കൂടി വരും. ഇതിനെ അറിയപ്പെടുന്നതാണ് ബയോമാഗ്നിഫിക്കേഷൻ. എപ്പിഫൈറ്റ്. എപ്പിഫൈറ്റിന്റെ എക്സാമ്പിൾ ആണ് മഴവാര. അപ്പം എപ്പിഫൈറ്റിന്റെ എക്സാമ്പിൾ ആണ് മരവാര. എന്താണ് എപ്പിഫൈറ്റ്? വാസസ്ഥലത്തിനായിട്ട് മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നു. വാസസ്ഥലത്തിനായിട്ട് മാത്രം എപ്പിഫൈറ്റ്. എക്സാമ്പിൾ മഴവാര. പരാതസസ്യം. പരാതസസ്യത്തിന് എക്സാമ്പിൾ ആണ് വിത്തിൽ കണ്ണിയും മൂടില്ലാത്ത ആളി. മറ്റ് സസ്യങ്ങളിൽ വളർന്ന് ജലവും ലവണവും വലിച്ചെടുക്കുന്നതാണ് പരാതസസ്യം. മറ്റ് സസ്യങ്ങളിൽ വളർന്ന് ജലവും ലവണവുമാണ് വലിച്ചെടുക്കുന്നത്. അതാണ് പരാതസസ്യം. എക്സാമ്പിൾ ആണ് വിത്തിൽ കണ്ണി മൂടില്ലാത്ത ആളി. മെയ് 22. മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. മെയ് 22. ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ ഗാർഡൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരം. ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ ഗാർഡൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരം. ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ ഗാർഡൻ തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. നോർമൻ മേയർ ജൈവ വൈവിധ്യ മേഖലയിലെ ഹോട്ട്സ്പോട്ട് എന്ന ആശയം ആരുടെയാണെന്ന് വെച്ചാൽ നോർമൻ മേയറുടെ ആശയമാണ്. ജൈവ വൈവിധ്യ മേഖലയിലെ ഹോട്ട്സ്പോട്ട് എന്ന ആശയം നോർമൻ മേയർ. ജൈവ വൈവിധ്യ മേഖലയിലെ ഹോട്ട്സ്പോട്ട് നോർമൻ മേയർ. ജൈവ വൈവിധ്യ മേഖലയിലെ ഹോട്ട്സ്പോട്ട് എന്ന ആശയം ഹോട്ട്സ്പോട്ടാണ് നോർമൻ മേയർ. അപ്പൊ മേയറൊക്കെ ഹോട്ട്സ്പോട്ടുകളിലായിരിക്കുന്നതെന്ന് ഓർക്കുക. അപ്പം നോർമൻ മേയർ ആണ് ജൈവ വൈവിധ്യ മേഖലയിലെ ഹോട്ട്സ്പോട്ട് എന്ന ആശയം നോർമൽ മേയർ. ഭൂമിയുടെ ശ്വാസകോശത്തിന്റെ ആമസോൺ മഴക്കാട് എത്ര ശതമാനമാണ് ഭൂമിയിലെ ഓക്സിജൻ നൽകുന്നതെന്ന് ചോദിച്ചാൽ 20%. അപ്പൊ ആമസോൺ മഴക്കാട് ഭൂമിയുടെ ഓക്സിജന്റെ 20% നൽകുന്നു. ഭൂമിയുടെ ശ്വാസകോശം ആമസോൺ മഴക്കാടുകളാണ്. അപ്പൊ ആമസോൺ മഴക്കാടുകൾ ഭൂമിയിൽ എത്ര ശതമാനം ഓക്സിജൻ നൽകുമെന്ന് ചോദിച്ചാൽ 20%. ആമസോൺ മഴക്കാട് 20% ഓക്സിജൻ നൽകും. 2012
പശ്ചിമഘട്ടം ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെന്റർ ആണ്. അപ്പൊ പശ്ചിമഘട്ടം ഒരു വേൾഡ് ഹെറിറ്റേജ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സെന്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് 2012 അപ്പോൾ യുനെസ്കോയിൽ പശ്ചിമഘട്ടം ഉൾപ്പെടുത്തിയ വർഷം 2012. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെന്റർ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെന്റർ അവയുടെ ഓർത്ത് വെച്ചോ. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെന്റർ ആയിട്ടാണ് ഉൾപ്പെടുത്തിയത്. അപ്പോൾ പശ്ചിമഘട്ടം ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെന്റർ ആണ്. 2012 പശ്ചിമഘട്ടത്തെ യുനെസ്കോ ഉൾപ്പെടുത്തിയത്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെന്റർ ആണ് പശ്ചിമഘട്ടം. വന ആവശ്യത്തിന് വനഭൂമി ഉപയോഗിക്കണമെങ്കിൽ, വനത്തിന്റെ ആവശ്യത്തിന് വനഭൂമി ഉപയോഗിക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി വേണം. അപ്പോൾ വനത്തിന്റെ ആവശ്യത്തിന് വനേതര ആവശ്യത്തിന് വനഭൂമി ഉപയോഗിക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് അനുമതി വേണം. അപ്പൊ വനേതര ആവശ്യമാണ്. വനേതര ആവശ്യത്തിന് വനഭൂമി ഉപയോഗിക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി വേണം. അപ്പൊ വനേതര ആവശ്യത്തിന് വനഭൂമി ഉപയോഗിക്കണമെങ്കിൽ ആരുടെ അനുമതി വേണം? കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി വേണം. അത് പറയുന്ന നിയമമാണ് വന സംരക്ഷണ നിയമം 1980. വന സംരക്ഷണ നിയമമാണ് വന സംരക്ഷണ നിയമം 1980. അപ്പൊ വന സംരക്ഷണ നിയമം ഏത് വർഷം? 1980. വന്യജീവിയല്ല, വന സംരക്ഷണ നിയമമാണ്. വന സംരക്ഷണ നിയമം 1980. അപ്പൊ വനേതര ആവശ്യത്തിന് വനഭൂമി ഉപയോഗിക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി വേണം. വന സംരക്ഷണ നിയമം 1980. മാർച്ച് 21 അന്താരാഷ്ട്ര വനദിനം. മാർച്ച് 21 അന്താരാഷ്ട്ര വനദിനം. അപ്പൊ മാർച്ച് 21 അന്താരാഷ്ട്ര. അപ്പൊ വനത്തിലൊക്കെ പോകുമ്പം ഈ വടിയും കുത്തിപ്പിടിച്ചല്ലേ പോന്നെ. അപ്പൊ വനത്തില് അപ്പൊ 1 ഓർക്കുക, 21 ഓർക്കുക. അപ്പൊ 21 മാർച്ച് 21 1 2 റെഡി 1 2. അപ്പൊ അങ്ങനെ നടന്നാണ് വനത്തിൽ പോകുന്നത്. അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ 1 2. അപ്പം 21 മാർച്ച് 21 വന സംരക്ഷണ നിയമം. വനദിനം, അന്താരാഷ്ട്ര വനദിനമാണ് മാർച്ച് 21. അപ്പൊ അന്താരാഷ്ട്ര വനദിനമാണ് മാർച്ച് 21. ജൂലൈ 29 കടുവാ സംരക്ഷണ ദിനം. ജൂലൈ 29 കടുവാ സംരക്ഷണ ദിനം. ജൂലൈ 29 കടുവാ സംരക്ഷണ ദിനം. ജൂലൈ 29 കടുവാ സംരക്ഷണ ദിനമാണ്. ഈ ജൂലൈ 29 കടുവ. മാർച്ച് 21 അന്താരാഷ്ട്ര വനദിനം. 1980 വന സംരക്ഷണ നിയമം. 20% ഭൂമിയുടെ ശ്വാസകോശത്തിൽ ആമസോൺ മഴക്കാടുകൾ. എത്ര ശതമാനം ഓക്സിജൻ? 20%. അപ്പം പശ്ചിമഘട്ടം എന്താണ്? യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെന്റർ ആണ്. ജൂലൈ 29 കടുവ സംരക്ഷണ ദിനം. മാർച്ച് 21 അന്താരാഷ്ട്ര വനദിനം. മാർച്ച് 3 വന്യജീവി ദിനം. 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 IUCN. IUCN ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് സ്വിറ്റ്സർലൻഡ്. IUCNന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് സ്വിറ്റ്സർലൻഡ്. അപ്പൊ IUCNന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലൻഡ്. റെഡ് ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കുന്നത് IUCN ആണ്. IUCN സ്വിറ്റ്സർലൻഡ്. അപ്പം UNEPയുടെ ആസ്ഥാനം കെനിയ, നെയ്റോബി. അപ്പൊ UNEP നെയ്റോബി, കെനിയ. അപ്പൊ NE എടുത്താൽ മതി. UNEPയുടെ NE നെയ്റോബി. കെനിയയിലെ നെയ്റോബി. ആഫ്രിക്കൻ രാജ്യമാണ് നെയ്റോബി. അപ്പൊ IUCNന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡ്. UNEPയുടെ ആസ്ഥാനം കെനിയ, നെയ്റോബി. അടുത്തത് ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനം ഉത്തരാഖണ്ഡിലാണ് ആരംഭിച്ചത്. സുന്ദർലാൽ ബഹുഗുണ എന്ന വ്യക്തി. അപ്പം ചിപ്കോ പ്രസ്ഥാനം ഉത്തരാഖണ്ഡിലാണ്. സുന്ദർലാൽ ബഹുഗുണ 1973 മരത്തെ ആലിംഗനം ചെയ്യുക, അതായിരുന്നു ഇവരുടെ സമര രീതി. അപ്പൊ ചിപ്കോ ഉത്തരാഖണ്ഡ്, സുന്ദർലാൽ ബഹുഗുണ 1973 മരത്തെ ആലിംഗനം ചെയ്യുക. ഇത്രയും ചിപ്കോ പ്രസ്ഥാനമായിട്ട് പഠിച്ചിരിക്കണം. ചിപ്കോ ഉത്തരാഖണ്ഡ്. അപ്പൊ ഉത്തരം പറയുന്ന ചിപ്പ് കൊണ്ടല്ലേ. അപ്പൊ ചിപ്കോ ഉത്തരാഖണ്ഡ്. സുന്ദർലാൽ ബഹുഗുണ. അപ്പൊ നമ്മുടെ ഗുണം കൂടും. സുന്ദർലാൽ ബഹുഗുണ 1973 മരത്തെ ആലിംഗനം ചെയ്യുക. അപ്പൊ ഉത്തരം പറയാൻ ആലിംഗനം ചെയ്യുമെന്ന് ഓർക്കുക. അപ്പൊ ചിപ്കോ പ്രസ്ഥാനം ഉത്തരാഖണ്ഡിലാണ്. സുന്ദർലാൽ ബഹുഗുണ മരത്തെ ആലിംഗനം ചെയ്യുക 1973. അപ്പൊ ചിപ്കോ പ്രസ്ഥാനം മരത്തെ ആലിംഗനം ചെയ്യുക. സുന്ദർലാൽ ബഹുഗുണ 1973 ഉത്തരാഖണ്ഡിലാണ്.
അപ്പിക്കോ പ്രസ്ഥാനം. അപ്പിക്കോ പ്രസ്ഥാനം കർണാടകയിൽ ആരംഭിച്ചാണ് അപ്പിക്കോ പ്രസ്ഥാനം. അപ്പിക്കോ പ്രസ്ഥാനം എവിടെ ആരംഭിച്ചു? വനസംരക്ഷണത്തിന് വേണ്ടി ആരംഭിച്ചാണ് അപ്പിക്കോ. 1983 അപ്പിക്കോ പ്രസ്ഥാനം. അപ്പോൾ ആദ്യത്തെ ചിപ്കോ 1973, 10 വർഷത്തിന് ശേഷം 1983 കർണാടക. അപ്പം അപ്പിക്കോ പ്രസ്ഥാനം കർണാടകയിലാണ് ഓർക്കുക. അപ്പിക്കോ കർണാടക. അപ്പിക്കോ അപ്പം ഓർക്കുക. അപ്പം നമ്മുടെ കേരളത്തിന്റെ അപ്പം ഏതാ? കർണാടകയല്ലേ. അപ്പൊ അപ്പിക്കോ കർണാടകയിലാണ്. അപ്പൊ അപ്പിക്കോ കർണാടക 1983 ആണ്. അപ്പൊ 1973 എന്ന് പറയുമ്പോൾ എന്തൊക്കെ കിട്ടണം? ചിപ്കോ പ്രസ്ഥാനം, സുന്ദർലാൽ ബഹുഗുണ, മരത്തെ ആലിംഗനം ചെയ്യുക, ഉത്തരാഖണ്ഡ്. അടുത്തതായി തരുൺ ഭാരത് സംഘ്. ജലസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് തരുൺ ഭാരത് സംഘ്. തരുൺ ഭാരത് സംഘ് ഏത് സംസ്ഥാനത്താണ് നടന്നതെന്ന് ചോദിച്ചാൽ രാജസ്ഥാൻ. തരുൺ ഭാരത് സംഘ് രാജസ്ഥാനിൽ നടന്ന തരുൺ ഭാരത് സംഘ് രാജസ്ഥാൻ. തരുൺ ഭാരത് സംഘ് രാജസ്ഥാൻ. തരുൺ ഭാരത് സംഘ് രാജസ്ഥാനിൽ നടന്ന ഒരു ജലസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രക്ഷോഭമായിരുന്നു. അതിന് നേതൃത്വം നൽകിയതാണ് തരുൺ ഭാരത് സംഘ്. രാജസ്ഥാനിലാണ് നടന്നത് എന്ന് ഓർക്കുക. തരുൺ ഭാരത് സംഘ് എവിടെ നടന്നു? രാജസ്ഥാൻ. അടുത്തത് ബീർബൽ സായ്നി. ബീർബൽ സായ്നി. ബീർബൽ സായ്നിയാണ് ഇന്ത്യൻ പാലിയോ ബോട്ടണിയുടെ പിതാവ്. ഇന്ത്യൻ പാലിയോ ബോട്ടണിയുടെ പിതാവാണ് ബീർബൽ സായ്നി. ഇന്ത്യൻ പാലിയോ ബോട്ടണിയുടെ പിതാവാണ് ബീർബൽ സായ്നി. ഇന്ത്യൻ പാലിയോ ബോട്ടണിയുടെ പിതാവ് ബീർബൽ സായ്നി. പുനംകൃഷി. കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്ത് ഫലഭൂഷ്ടി നഷ്ടപ്പെടുമ്പോൾ അടുത്ത പ്രദേശത്ത് മാറ്റി കൃഷി ചെയ്യുന്ന രീതിയാണ് പുനംകൃഷി. അപ്പൊ കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്ത് ഫലഭൂഷ്ടി നഷ്ടപ്പെടുമ്പോൾ അടുത്ത പ്രദേശത്ത് മാറ്റി കൃഷി ചെയ്യുന്നതാണ് പുനംകൃഷി. അപ്പോൾ പുനംകൃഷി എന്താണ്? കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്തു അവിടുത്തെ ഫലഭൂഷ്ടി നഷ്ടപ്പെടുമ്പോൾ അടുത്ത പ്രദേശത്ത് പോകും. ഈ അടുത്ത പ്രദേശത്ത് പോയി മാറ്റി കൃഷി ചെയ്യും. അതിനെ പറയുന്ന പേരാണ് പുനംകൃഷി. അപ്പൊ പുനംകൃഷി കിട്ടിയല്ലോ. കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്ത് ഫലഭൂഷ്ടി നഷ്ടപ്പെടുമ്പോൾ അടുത്ത പ്രദേശത്ത് മാറ്റി കൃഷി ചെയ്യുന്നതാണ് പുനംകൃഷി. അടുത്തതായി കടും കൃഷി. കടും കൃഷി കുറച്ച് സ്ഥലത്ത് കൂടുതൽ മുതൽ മുടക്കി ഉൽപാദനം നടത്തുന്നതിനാണ് കടും കൃഷി. കുറച്ച് സ്ഥലമേ ഉള്ളൂ, കൂടുതൽ മുതൽ മുടക്കി ഉൽപാദനം നടത്തുന്നതിനാണ് കടും കൃഷി. കടും കൃഷി കുറച്ച് സ്ഥലത്ത് കൂടുതൽ മുതൽ മുടക്കി ഉൽപാദനം നടത്തുന്നതാണ് കടും കൃഷി. കടും കൃഷി, പുനംകൃഷി. അപ്പൊ പുനംകൃഷി എന്താ? കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്ത് ഫലഭൂഷ്ടി നഷ്ടപ്പെടുമ്പോൾ അടുത്ത പ്രദേശത്ത് കൃഷി ചെയ്യുന്നതാണ് അടുത്ത പ്രദേശത്ത് മാറ്റി കൃഷി ചെയ്യുന്നതാണ് പുനംകൃഷി. കടും കൃഷി എന്ന് പറയുമ്പോൾ കുറച്ച് സ്ഥലത്ത് കൂടുതൽ മുതൽ മുടക്കി കൃഷി ചെയ്യുന്നതാണ് കടും കൃഷി. വിശാല കൃഷി. വിശാല കൃഷി എന്ന് വെച്ചുമ്പോൾ കൂടുതൽ സ്ഥലത്ത് കുറഞ്ഞ മുതൽ മുടക്കി കൃഷി ചെയ്യുന്നതാണ് വിശാല കൃഷി. കൂടുതൽ സ്ഥലമുണ്ട്, കുറഞ്ഞ മുതൽ മുടക്കാണെങ്കിൽ വിശാല കൃഷി. കുറച്ച് സ്ഥലത്ത് കൂടുതൽ മുതൽ മുടക്കി ഉൽപാദനം നടത്തുന്നത് കടും കൃഷി. കൂടുതൽ സ്ഥലത്ത് കുറഞ്ഞ മുതൽ മുടക്കി കൃഷി ചെയ്യുന്നതാണ് വിശാല കൃഷി. കൂടുതൽ സ്ഥലത്ത് കുറഞ്ഞ മുതൽ മുടക്കിൽ കൃഷി ചെയ്യുന്നതാണ് വിശാല കൃഷി. കുറഞ്ഞ മുതൽ മുടക്കിലാണെങ്കിൽ കുറച്ച് സ്ഥലത്ത് കൃഷി ചെയ്യുന്നതാണ് കടും കൃഷി. അപ്പം മാറിപ്പോകരുത്. ഇത് ചോദിച്ചതാണ് ഡിഗ്രി ലെവലിന്, അതുകൊണ്ടാണ് റിപ്പീറ്റ് പറയുന്നത്. പുനംകൃഷി, കടും കൃഷി, വിശാല കൃഷി. വിളപര്യായം. ഒരേ വിള കൃഷി ചെയ്യുന്ന മണ്ണിനെ പോഷക വീണ്ടെടുക്കാൻ മാറി കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഒരേ വിള കൃഷി ചെയ്യുന്ന സ്ഥലത്ത് മണ്ണിന് പോഷക ഘടകങ്ങൾ വീണ്ടെടുക്കാൻ മാറി മാറി കൃഷി ചെയ്യുന്നതാണ് വിളപര്യായം. അപ്പോൾ ഒരേ വിള കൃഷി ചെയ്യുന്ന മണ്ണിൽ പോഷക ഘടകങ്ങൾ വീണ്ടെടുക്കാൻ മാറി മാറി കൃഷി ചെയ്യും. അതിനെയാണ് വിളപര്യായം എന്ന് പറയുന്നത്. ഒരേ വിള കൃഷി ചെയ്യുന്നിടത്ത് ഒരേ വിള കൃഷി ചെയ്യുന്ന മണ്ണിന് പോഷക ഘടകങ്ങൾ വീണ്ടെടുക്കാൻ മാറി മാറി കൃഷി ചെയ്യുന്നതാണ് വിളപര്യായം. അപ്പോൾ എക്സാമ്പിള്, നെൽകൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ കൃഷികൾ മാറി മാറി ചെയ്യും. എന്നിട്ട് വീണ്ടും അതിന്റെ ഫലഭൂഷ്ടി തിരിച്ചു വരുമ്പോൾ വീണ്ടും നെൽകൃഷി കൊണ്ടുവരും. അതാണ് ഇവിടെ പറയുന്നത്. അതാണ് വിളപര്യായം. നെൽകൃഷി ചെയ്യുമ്പം ഇടയ്ക്ക് പയർ കൃഷി ചെയ്യും. അപ്പോൾ ഫലഭൂഷ്ടി വീണ്ടും വീണ്ടെടുക്കാൻ സാധിക്കും. അപ്പം അങ്ങനെയല്ല. അപ്പോൾ ഒരു കൃഷി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ചെയ്യുന്നതല്ല, ഒരു കൃഷി കംപ്ലീറ്റ്. അപ്പം നെൽകൃഷിയാണെങ്കിൽ നെൽകൃഷി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, അപ്പം ഭൂമി അവിടെ കിടക്കുകയല്ലേ, അവിടെ പയർ കൃഷി ചെയ്യും. ആ പയർ കൃഷി ചെയ്തിട്ട് പിന്നെ അത് പൂർണ്ണമായിട്ട് മാറിയിട്ട് വീണ്ടും നെൽകൃഷി ആരംഭിക്കും.
ഈ നെൽകൃഷി വീണ്ടും ആരംഭിക്കുന്നതാണ് വിളപര്യായം. ഈ ഒരു കൃഷി ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെ കൃഷി ചെയ്യണമെങ്കിൽ അത് ഇടവിള കൃഷിയാണ്, അത് വേറെ. അപ്പോൾ വിളപര്യായം എന്ന് വെച്ചാൽ ഇപ്പം നെൽകൃഷി ചെയ്തു. നെൽകൃഷി ചെയ്തതിന് ശേഷം കൊയ്ത്തെല്ലാം കഴിഞ്ഞ് പാടം ഫ്രീ ആയി. അവിടെ പയർ കൃഷി ചെയ്യാം, അങ്ങനെ കൃഷി ചെയ്യാം. അപ്പം അത് ഒരു നെൽകൃഷി അവസാനിച്ച ശേഷമാണ് ചെയ്യുന്നത്. അത് പിന്നെ പയർ കൃഷി ചെയ്യുന്നതിന് ശേഷം പിന്നെയും നെല്ല് വിതറി പിന്നെയും നെൽകൃഷി ആരംഭിക്കും. ഇതിനെയാണ് വിളപര്യായം എന്ന് പറയുന്നത്. അപ്പം ഒരേ വിള കൃഷി ചെയ്യുന്നിടത്ത് മണ്ണിന്റെ പോഷക ഘടകങ്ങൾ വീണ്ടെടുക്കാൻ മാറി മാറി കൃഷി ചെയ്യുന്നതാണ് വിളപര്യായം. ഇടവിള കൃഷിയായിട്ട് മാറിപ്പോകരുത്. അതൊരു കൃഷി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കൃഷി ചെയ്യുന്നതാണ്. ആ വിള നിലവിലുള്ളപ്പോൾ തന്നെയാണ് വേറൊരു കൃഷിയും പറ്റുന്നത്. അതാണ് ഇടവിള കൃഷി. വിളപര്യായം അങ്ങനെയല്ല. ഒരേ വിള കൃഷി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് മണ്ണിന് പോഷക ഘടകങ്ങൾ വീണ്ടെടുക്കാൻ മാറി മാറി കൃഷി ചെയ്യുന്ന രീതിയാണ് വിളപര്യായം. ആരാണ് സോംബോജി? സോംബോജിയാണ് വൈഷ്ണോയ് മൂവ്മെന്റ് ആരംഭിച്ചത്. സോംബോജി എന്ന സന്യാസിയാണ് വൈഷ്ണോയ് മൂവ്മെന്റ് ആരംഭിച്ചത്. രാജാവിന്റെ ഭടന്മാരുടെ മരം മുറിക്കാൻ തടയാൻ ആരംഭിച്ചത്. അപ്പൊ രാജാവിന്റെ ഭടന്മാരുടെ മരം മുറിക്കാൻ തടയാൻ ആരംഭിച്ചാണ് സോംബോജി ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് വൈഷ്ണോയ് മൂവ്മെന്റ്. അമൃത ദേവി വൈഷ്ണോയും കൂടിയുണ്ട്. അപ്പം വൈഷ്ണോയ് മൂവ്മെന്റ് ആരംഭിച്ചത് ആര്? സോംബോജിയും അമൃതാദേവിയും. സോംബോജി, അമൃതാദേവി വൈഷ്ണോയ് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സാൽമരം മുറിച്ച് തേക്ക് മരം വെച്ച് പിടിക്കുന്നതിനെതിരെ ബീഹാറിൽ ഗവൺമെന്റിനെതിരെ ആരംഭിച്ചാണ് ജംഗിൾ ബച്ചാവോ ആന്തോളൻ. അപ്പൊ ബീഹാറിൽ ആരംഭിച്ചതാണ് ജംഗിൾ ബച്ചാവോ ആന്തോളൻ. ബീഹാറിൽ ആരംഭിച്ചത് ജംഗിൾ ബച്ചാവോ ആന്തോളൻ. ജംഗിൾ ബച്ചാവോ ആന്തോളൻ. അപ്പൊ സാൽമരം മുറിച്ച് തേക്ക് മരം വെച്ച് പിടിപ്പിക്കുന്നതിനെതിരെ ബീഹാർ ഗവൺമെന്റിനെതിരെ ബീഹാർ ഗവൺമെന്റിനെതിരെ നടന്ന പ്രക്ഷോഭം സാൽമരം മുറിച്ച് തേക്ക് മരം വെച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച ഏതാണെന്ന് വെച്ചാൽ ജംഗിൾ ബച്ചാവോ ആന്തോളൻ. ജംഗിൾ ബച്ചാവോ ആന്തോളൻ. യൂട്രോഫിക്കേഷൻ. മലിനജലത്തിൽ ക്രമാതീതമായി കളകൾ വളരുന്ന പ്രതിഭാസമാണ് യൂട്രോഫിക്കേഷൻ. മലിനജലത്തിൽ കളകൾ ക്രമാതീതമായി വളരുന്ന പ്രതിഭാസമാണ് യൂട്രോഫിക്കേഷൻ. ഇതുപോലെ നമ്മൾ ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞ ടേം പഠിച്ചിട്ടുണ്ട്. ബയോമാഗ്നിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ട്രോപ്പിക തലത്തിൽ ഉയർന്ന തലത്തിലേക്ക് പോകുമ്പോൾ ജീവികളുടെ ശരീരത്തിൽ കീടനാശിനികളുടെ അളവ് കൂടുന്നു. അതാണ് ബയോമാഗ്നിഫിക്കേഷൻ. ട്രോപ്പിക തലത്തിൽ ഉയർന്ന തലത്തിലേക്ക് പോകുമ്പോൾ ജീവികളുടെ ശരീരത്തിൽ കീടനാശിനിയുടെ അളവ് കൂടുന്നതാണ് ബയോമാഗ്നിഫിക്കേഷൻ. എന്താണ് യൂട്രോഫിക്കേഷൻ? മലിനജലത്തിൽ ക്രമാതീതമായി കളകൾ വളരുന്ന പ്രതിഭാസം. മലിനജലത്തിൽ ക്രമാതീതമായി കളകൾ വളരുന്ന പ്രതിഭാസമാണ് യൂട്രോഫിക്കേഷൻ. ട്രോപ്പിക തലത്തിൽ ഉയർന്ന തലത്തിലേക്ക് പോകുമ്പോൾ ജീവികളുടെ ശരീരത്തിൽ കീടനാശിനിയുടെ അളവ് കൂടുന്നത്. ജീവികളുടെ ശരീരത്തിൽ കീടനാശിനികളുടെ അളവ് കൂടുന്നതാണ് ബയോമാഗ്നിഫിക്കേഷൻ. മലിനജലത്തിൽ ക്രമാതീതമായി കളകൾ വളരുന്ന പ്രതിഭാസമാണ് യൂട്രോഫിക്കേഷൻ. മലിനജലത്തിൽ ക്രമാതീതമായി കളകൾ വളരുന്ന പ്രതിഭാസമാണ് യൂട്രോഫിക്കേഷൻ. മലിനജലത്തിൽ ക്രമാതീതമായി കളകൾ വളരുന്ന പ്രതിഭാസം യൂട്രോഫിക്കേഷൻ. അടുത്തത്, വൈറസ് ഒരു വിഘാടകരാണോ? അല്ല, വൈറസ് വിഘാടകർ അല്ല. അപ്പം ആഫ്രിക്കയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഏതായിരുന്നു? ആഫ്രിക്ക അല്ലെങ്കിൽ കെനിയ നെയ്റോബിയിൽ പ്രവർത്തിക്കുന്നതാണ് UNEP. നെയ്റോബി എവിടെ? കെനിയ, ആഫ്രിക്കയിലാണ് പ്രവർത്തിക്കുന്നത്. 1972 UNEP ആണ് കെനിയയിൽ പ്രവർത്തിക്കുന്നത്. UNEP ആണ് 1972 UNEP. IUCNന്റെ കാര്യങ്ങൾ, റെഡ് ഡേറ്റ ബുക്ക് തയ്യാറാക്കുന്ന IUCN സ്വിറ്റ്സർലൻഡിലാണ് ഹെഡ്ക്വാർട്ടേഡ്. സ്വിറ്റ്സർലൻഡിലാണ്. അപ്പം UNEP ആഫ്രിക്കയിലാണ്, കെനിയ നെയ്റോബി. റെഡ് ഡേറ്റ ബുക്ക് തയ്യാറാക്കുന്നത് IUCN. ലോബയാൻ. അപ്പം ഇന്ത്യയിൽ ആരംഭിച്ച് ലോകം മുഴുവൻ വ്യാപിച്ച പരിസ്ഥിതി പ്രസ്ഥാനം ലോബയാൻ. അപ്പൊ ഇന്ത്യയിൽ ആരംഭിച്ച് ലോകം മുഴുവൻ വ്യാപിച്ച പരിസ്ഥിതി പ്രസ്ഥാനം ലോബയാൻ. അപ്പൊ ലോബയാൻ എവിടെയാണ് ആരംഭിച്ചത്? രാജസ്ഥാൻ. അതാണ് ചോദ്യം. ലോബയാൻ രാജസ്ഥാനിലാണ്. അപ്പൊ ഇന്ത്യയിൽ ആരംഭിച്ച് ലോകം മുഴുവൻ വ്യാപിച്ച പരിസ്ഥിതി പ്രസ്ഥാനമാണ് ലോബയാൻ. രാജസ്ഥാനിൽ ആരംഭിച്ചു. ലോബയാൻ രാജസ്ഥാൻ.
ലീലാകുമാരി അമ്മ, മൈലമ്മ ഇവരാരാണ്? അപ്പൊ ലീലാകുമാരി അമ്മയാണ് എൻഡോസൾഫാൻ സമരനായിക. എൻഡോസൾഫാൻ സമരനായികയാണ് ലീലാകുമാരി അമ്മ. എൻഡോസൾഫാൻ സമരനായിക ലീലാകുമാരി അമ്മ. പ്ലാച്ചിമട സമരനായികയാണ് മൈലമ്മ. പ്ലാച്ചിമട സമരനായികയാണ് മൈലമ്മ. പ്ലാച്ചിമട മാമ മൈലമ്മ. ലീലാകുമാരി അമ്മ എൻഡോസൾഫാൻ സമരനായിക. എൻഡോസൾഫാൻ ലീലാകുമാരി അമ്മ. അപ്പൊ രണ്ടുപേരും മാറിപ്പോയത്. ലീലാകുമാരി അമ്മ എൻഡോസൾഫാൻ സമരനായിക, മൈലമ്മയാണെങ്കിൽ പ്ലാച്ചിമട സമരനായിക. എന്താണ് ട്രാക്ക് ഫാമിംഗ്? വാണിജ്യ അടിസ്ഥാനത്തിൽ പച്ചക്കറി കൃഷി അറിയപ്പെടുന്നതാണ് ട്രാക്ക് ഫാമിംഗ്. അപ്പൊ വാണിജ്യ അടിസ്ഥാനത്തിൽ പച്ചക്കറി കൃഷി അറിയപ്പെടുന്നതാണ് ട്രാക്ക് ഫാമിംഗ്. ട്രാക്ക് ഫാമിംഗ് എന്താണ്? വാണിജ്യ അടിസ്ഥാനത്തിൽ പച്ചക്കറി കൃഷി അറിയപ്പെടുന്നതാണ് ട്രാക്ക് ഫാമിംഗ്. ട്രാക്ക് ഫാമിംഗ്. മൈലമ്മ ആരാണ്? പ്ലാച്ചിമട സമരനായികയാണ് മൈലമ്മ. പ്ലാച്ചിമട സമരനായികയാണ് മൈലമ്മ. ലീലാകുമാരി അമ്മ ആരാണ്? എൻഡോസൾഫാൻ സമരനായികയാണ് ലീലാകുമാരി അമ്മ. ലോബയാൻ ഇന്ത്യയിൽ ആരംഭിച്ച് ലോകം മുഴുവൻ വ്യാപിച്ച പരിസ്ഥിതി പ്രസ്ഥാനമാണ് ലോബയാൻ. എവിടെയാണ് ആരംഭിച്ചത്? രാജസ്ഥാൻ. യൂട്രോഫിക്കേഷൻ മലിനജലത്തിൽ ക്രമാതീതമായി കളകൾ വളരുന്ന പ്രതിഭാസമാണ് യൂട്രോഫിക്കേഷൻ. അപ്പൊ മലിനജലത്തിൽ ക്രമാതീതമായി കളകൾ വളരുന്ന പ്രതിഭാസം. ബീഹാർ. സാൽമരങ്ങൾ മുറിച്ച് തേക്ക് വെച്ച് പിടിപ്പിക്കുന്നതിനെതിരെ ബീഹാർ ഗവൺമെന്റിനെതിരെ ആരംഭിച്ചാണ് ഈ ജംഗിൾ ബച്ചാവ് ആന്തോളൻ. അപ്പൊ ജംഗിൾ ബച്ചാവ് ആന്തോളൻ ബീഹാറിലാണ് നടന്നത്. അപ്പം സാൽമരങ്ങൾ മുറിച്ച് തേക്ക് മരം വെച്ച് പിടിപ്പിക്കുന്നതിന് ബീഹാർ ഗവൺമെന്റിനെതിരെ നടന്നതാണ് ജംഗിൾ ബച്ചാവ് ആന്തോളൻ. ബീഹാറിൽ നടന്നു. ജംഗിൾ ബച്ചാവോ ആന്തോളൻ ബീഹാർ. സോംബോജി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സോംബോജിയും അമൃതാദേവിയും വൈഷ്ണോയി മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വൈഷ്ണോയി മൂവ്മെന്റ്. അടുത്തത് വിളപര്യായം. ഒരേ വിള കൃഷി ചെയ്യുന്ന മണ്ണിൽ പോഷക ഘടകങ്ങൾ വീണ്ടെടുക്കാൻ മാറി മാറി കൃഷി ചെയ്യുന്നതാണ് വിളപര്യായം. ഒരേ വിള കൃഷി ചെയ്യുന്ന മണ്ണിൽ പോഷക ഘടകങ്ങൾ വീണ്ടെടുക്കാൻ മാറി മാറി കൃഷി ചെയ്യുന്നതാണ് വിളപര്യായം. വിശാല കൃഷി കൂടുതൽ സ്ഥലത്ത് കുറഞ്ഞ മുതൽ മുടക്കി നടത്തുന്ന കൃഷിയാണ് വിശാല കൃഷി. വിശാല കൃഷി. കടും കൃഷി കുറച്ച സ്ഥലത്ത് കൂടുതൽ മുതൽ മുടക്കി ഉൽപാദനം നടത്തുന്നതാണ് കടും കൃഷി. കുറച്ച സ്ഥലത്ത് കൂടുതൽ മുതൽ മുടക്കിയാണെങ്കിൽ ഉൽപാദനം നടത്തുന്നതാണെങ്കിൽ കടും കൃഷി. പുനം കൃഷി കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്ത് ഫലഭൂഷ്ടി നഷ്ടമാകുമ്പോൾ അടുത്ത പ്രദേശത്തേക്ക് മാറ്റി കൃഷി ചെയ്യുന്നതാണ് പുനം കൃഷി. കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്ത് ഫലഭൂഷ്ടി നഷ്ടമാകുമ്പോൾ അടുത്ത പ്രദേശത്തേക്ക് മാറ്റി കൃഷി ചെയ്യുന്നതാണ് പുനം കൃഷി. ബീർബൽ സായ്നി ഇന്ത്യൻ പാലിയോ ബോട്ടണിയുടെ പിതാവാണ് ബീർബൽ സായ്നി. രാജസ്ഥാനിൽ എന്തിറന്നു? ജലസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് തരുൺ ഭാരത സംഘ് എന്ന പ്രസ്ഥാനം ആരംഭിച്ച ഒരു പ്രക്ഷോഭം ഉണ്ടായിരുന്നു. അത് ജലസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടത് രാജസ്ഥാനിലാണ് ആരംഭിച്ചത്. തരുൺ ഭാരത് സംഘം. ഏത് സംസ്ഥാനം? രാജസ്ഥാൻ. അപ്പിക്കോ പ്രസ്ഥാനം ആരംഭിച്ചത് ഇവിടെ? കർണാടക. ഏത് വർഷം? 1983. ചിപ്കോ 1973, 10 വർഷം മുമ്പ്. അപ്പിക്കോയെക്കാട്ടിൽ 10 വർഷം മുമ്പ്. സുന്ദർലാൽ ബഹുഗുണ ഉത്തരാഖണ്ഡിൽ മരത്തെ ആലിംഗനം ചെയ്യുക. ചിപ്കോ. UNEP നെയ്റോബി, കെനിയ, ആഫ്രിക്ക 1972. ഈ UNEP ആണ് ലോക പരിസ്ഥിതി ദിനമൊക്കെ ആഘോഷിക്കുന്നത് കേട്ടോ. IUCN ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ? സ്വിറ്റ്സർലൻഡ്. റെഡ് ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കുന്നത് IUCN. മാർച്ച് 3 വന്യജീവി ദിനം. മാർച്ച് 3. മാർച്ച് 21 അന്താരാഷ്ട്ര വനദിനം. ജൂലൈ 29 കടുവാ സംരക്ഷണ ദിനം. 1980 വനസംരക്ഷണ നിയമം. 1980 വനേതര ആവശ്യത്തിന് വനഭൂമി ഉപയോഗിക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് അനുമതി വേണം. 2012 പശ്ചിമഘട്ടത്തെ യുനെസ്കോയുടെ പരിസര പട്ടികയിൽ ഉൾപ്പെടുത്തി. പശ്ചിമഘട്ടം ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെന്റർ ആണ്. 20% ഭൂമിയുടെ ശ്വാസകോശത്തിൽ ആമസോൺ മഴക്കാടിന്റെ ഭൂമിയിൽ എത്ര ശതമാനമാണ് ആമസോൺ മഴക്കാട് പ്രൊവൈഡ് ചെയ്യുന്നത്? ഓക്സിജൻ. 20% ഓക്സിജൻ നൽകുന്നുണ്ട്. നോർമൻ മേയർ
ജൈവ വൈവിധ്യ മേഖലയിലെ ഹോട്ട്സ്പോട്ട് എന്ന ആശയം ആരുടെ? ജൈവ വൈവിധ്യ മേഖലയിലെ ഹോട്ട്സ്പോട്ട് എന്ന ആശയം നോർമൻ മേയർ. തിരുവനന്തപുരം ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ തിരുവനന്തപുരമാണ്. മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ് മെയ് 22. പരാത സസ്യം മറ്റ് സസ്യങ്ങളിൽ വളർന്ന് ജലവും ലവണവും വലിച്ചെടുക്കുന്നവയാണ് പരാത സസ്യം. പരാത സസ്യത്തിന് എക്സാമ്പിളാണ് ഇത്തിൽ കണ്ടി മൂടില്ലാത്താണ്. എപ്പിഫൈറ്റ് വാസസ്ഥലത്തിനായിട്ട് മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ, വാസസ്ഥലത്തിന് വേണ്ടി മാത്രം. എപ്പിഫൈറ്റ് മഴവാര. ബയോമാഗ്നിഫിക്കേഷൻ ട്രോപ്പിക തലത്തിൽ ഉയർന്ന തലത്തിലേക്ക് പോകുമ്പോൾ ജീവികളുടെ ശരീരത്തിൽ കീടനാശിനികളുടെ അളവ് കൂടുന്നതാണ് ബയോമാഗ്നിഫിക്കേഷൻ. വിഘാടകർ ഭക്ഷ്യശൃംഖലയിലെ അവസാന കണ്ണിയാണ് വിഘാടകർ. യൂറിഹലൈൻ സ്റ്റിനോഹലൈൻ. യൂറിഹലൈൻ ലവണത്തിന്റെ വലിയ വ്യതിയാനം അതിജീവിക്കുന്ന ജീവികളാണ് യൂറിഹലൈൻ. ലവണത്തിന്റെ കുറഞ്ഞ വ്യതിയാനം അതിജീവിക്കുന്ന ജീവികളാണ് സ്റ്റിനോഹലൈൻ. ഊഷ്മാവിന്റെ വലിയ വ്യതിയാനങ്ങൾ അതിജീവിക്കുന്ന ജീവികളാണ് യൂറിതെർമൽ. ഊഷ്മാവിന്റെ ചെറിയ വ്യതിയാനങ്ങൾ അതിജീവിക്കുന്ന ജീവികളാണ് സ്റ്റിനോതെർമൽ. പത്താമത്തെ ജൈവ മണ്ഡലം. പത്താമത്തെ ഇന്ത്യയിലെ ജൈവ മണ്ഡലമാണ് അഗസ്ത്യമല. പത്താമത്തെ ഇന്ത്യയിലെ ജൈവ മണ്ഡലമാണ് അഗസ്ത്യമല. മസനോഗു ഫുക്കുവോക്ക ഒറ്റ കൈക്കോൽ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. റേച്ചൽ കാഴ്സൺ ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവാണ്. പരിസ്ഥിതി ശാസ്ത്രമാണ് പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവാണ് റേച്ചൽ കാഴ്സൺ. റേച്ചൽ കാഴ്സൺ ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ്. നിശബ്ദ വസന്തം എന്ന കൃതി എഴുതിയതും റേച്ചൽ കാഴ്സൺ. 1962 പ്രസിദ്ധീകരിച്ചത്. ഇതേ തുടർന്ന് DDT നിരോധിച്ചായിരുന്നു അമേരിക്കയിൽ 1972. നിശബ്ദ വസന്തം 1962 പ്രസിദ്ധീകരിച്ചു റേച്ചൽ കാഴ്സൺ. 1972 10 വർഷം കഴിഞ്ഞപ്പോൾ USA DDT നിരോധിച്ചു ഈ കൃതിയെ തുടർന്ന്. ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവാണ് റേച്ചൽ കാഴ്സൺ. വന്ദന ശിവ നവധാന്യ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്ദന ശിവ. കർണാടകയിലാണ് നവധാന്യ പ്രസ്ഥാനം ആരംഭിച്ചത്. കർണാടക നവധാന്യ, നമ്മൾ ധാന്യങ്ങൾ കയറ്റിയിരിക്കുന്ന കർണാടകയിലല്ലേ, അടുത്ത കർണാടക. അപ്പൊ നവധാന്യ കർണാടക, അപ്പിക്കോ കർണാടക. അപ്പൊ നവധാന്യ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടത് വന്ദന ശിവ. മേധാ പട്കർ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവാണ് മേധാ പട്കർ. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ്. ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവാണ് റേച്ചൽ കാഴ്സൺ. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവാണ് മേധാ പട്കർ. പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. റാംഡിയോ മിശ്ര ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവാണ് റാംഡിയോ മിശ്ര. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവാണ് റാംഡിയോ മിശ്ര. ശാസ്ത്രം മിശ്ര. ആധുനിക ഇക്കോളജിയുടെ പിതാവാണ് യൂജിൻ ബിയോളം. ആധുനികം മോഡേൺ. അപ്പൊ ആധുനിക ഇക്കോളജിയുടെ പിതാവ് യൂജിൻ ബിയോളം. ഇക്കോളജിയുടെ പിതാവ് അലക്സാണ്ടർ വോൺ ഹംബാൾട്ട്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആണ് പഠിപ്പിച്ചത്. ഇതെല്ലാം PYQ ആണ്. അപ്പം ഇനി അടുത്ത ക്ലാസ്സിലോട്ട് കാണാം.